നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന്റെ രണ്ടാം തരംഗത്തെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് UAE അനിശ്ചിതകാല വിലക്കേർപ്പെടുത്തിയതോടെ മലയാളികളടക്കം ആയിരക്കണക്കിന് ആളുകൾ നാട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇതുമൂലം ജോലിയും ബിസിനസ്സും നഷ്ടപ്പെടുമെന്ന ഭീതിയാണ് ഒരു കൂട്ടർക്കെങ്കിൽ വിസ കാലാവധി തീരുന്നതാണ് മറ്റൊരു കൂട്ടരുടെ വേവലാതി എന്നത്. നാട്ടിലേക്ക് അയച്ച കുടുംബത്തെ തിരിച്ചെത്തിക്കാനാവാതെ പ്രയാസപ്പെടുന്നവരും ഏറെയാണ്. ഇന്ത്യയിൽ കോവിഡ് രൂക്ഷമായ പശ്ചാത്തലത്തിൽ മാതാപിതാക്കളെയും കുടുംബത്തെയും വിസിറ്റ് വിസയിൽ UAE കൊണ്ടുവരാനിരുന്നവരും ഇപ്പോൾ ഏറെ പ്രയാസത്തിലായിരിക്കുന്നു. നീട്ടിവച്ച SSLC+2 പരീക്ഷ കഴിഞ്ഞ് UAE വരാൻ കാത്തിരുന്നവരെയും പ്രവാസി കുടുംബാംഗങ്ങളെയും യാത്രാവിലക്ക് ഏറെ വലച്ചു. നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഹോസ്റ്റൽ അടച്ചതോടെ ബന്ധുക്കളുടെ വീട്ടിൽ കഴിയേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികളെ താമസിപ്പിക്കാൻ വിമുഖത കാട്ടുന്നവരുമുണ്ട്. കേരളത്തിൽ ലോക്ക്ഡൌൺ കൂടി പ്രഖ്യാപിച്ചത് പ്രവാസി മലയാളികളുടെ ആദി വർദ്ധിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. തനിച്ചു താമസിക്കുന്ന മാതാപിതാക്കളുള്ളവരുടെയും നെഞ്ചിടിപ്പ് കൂട്ടി. ഏപ്രിൽ 25 പുലർച്ചെ പ്രാബല്യത്തിലായ യാത്രാവിലക്ക് മെയ് 4 തീരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ 14 നീട്ടിയിരുന്നു. അതേസമയം ഇന്ത്യയിൽ കോവിഡ് വർദ്ധിക്കുന്നതിനാൽ തന്നെ വിലക്ക് ഉടനൊന്നും പിൻവലിക്കാനുള്ള സാധ്യതയും കാണുന്നില്ല. സൗദിയിലെ വിലക്ക് പോലെ മാസങ്ങളോളം നീണ്ടാൽ പലരുടെയും ജോലി നഷ്ടപ്പെടുമെന്നാണ് തിരിച്ചറിയാൻ കഴിയുന്നത്. തിരിച്ചെത്താനാവാതെ നാട്ടിൽ കുടുങ്ങിയ കച്ചവടക്കാരെയും ഇത് സാരമായി ബാധിക്കുന്നതാണ്. ദുബായ് കറാമയിൽ ഫുഡ് സ്റ്റാഫ് വ്യവസായിയായ ചാവക്കാട് സ്വദേശി നൌഷാദ് കുറഞ്ഞ അവധിക്ക് നാട്ടിൽ പോയി കുടുങ്ങിയിരിക്കുകയാണ്. 1 മാസത്തേക്ക് നാട്ടിൽ പോയി തിരിച്ചെത്താനിരിക്കെ കോവിഡ് പിടിപെട്ട് യാത്ര നീട്ടേണ്ടി വന്ന തിരുവത്ര സ്വദേശി ഷഫീഖ് ചാലിൽ ഹംസ തിരിച്ചെത്താനിരിക്കെയാണ് യാത്രാവിലക്ക് വന്നത്. ഇതുകൂടാതെ തിരിച്ചെത്താൻ വൈകിയ പലരോടും വരേണ്ടെന്ന് പറയുന്നതിനാൽ ജോലി നഷ്ടപ്പെടുമെന്ന ഭീതിയിലാണ് അദ്ദേഹം. നാട്ടിലുള്ള ഭാര്യയും മക്കളും തിരിച്ചെത്താനിരിക്കെയാണ് യാത്രാവിലക്ക് വന്നതെന്ന് തിരുവനന്തപുരം സ്വദേശി സാം വർഗീസ് പറയുകയുണ്ടായി. ഇപ്പോൾ വിസ കാലാവധിയും തീർന്നു. കഴിഞ്ഞ വർഷം ഇത്തരമൊരു സാഹചര്യത്തിൽ വിസ കാലാവധി നീട്ടി നൽകിയതുപോലെ UAE ഭാഗത്ത് അനുകൂല നടപടി കാത്തിരിക്കുകയാണ് പ്രവാസികൾ. വിസ കാലാവധി തീരാറായവർ ഡൽഹിയിലെ UAE എംബസിയുമായി ഓൺലൈനിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചവർക്കും സിസ്റ്റം ബ്ലോക്ക് ആയതോടെ നിരാശയാണ് വന്നിരിക്കുന്നത്. മെയിൽ അയച്ചിട്ടും മറുപടി ലഭിക്കാത്തവർ ഏറെ ആശങ്കയിലുമാണ്. അതേസമയം എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചവർ UAE മറ്റു വഴികൾ തേടുകയാണ്. യാത്രാവിലക്കില്ലാത്ത മറ്റു രാജ്യങ്ങളിൽ 14 ദിവസം താമസിച്ച് PCR ടെസ്റ്റ് എടുത്ത് UAE വരാനുള്ള അവസരം ഉപയോഗപ്പെടുത്താനാണ് പലരും ശ്രമിക്കുന്നത്. ബഹ്റൈൻ, അർമീനിയ തുടങ്ങിയ രാജ്യങ്ങൾ വഴി UAE സൗദിയിലേക്കും പോകുന്നതിനുള്ള പാക്കേജുകൾ വിവിധ ട്രാവൽ ഏജൻസികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് ചെലവേറുമെന്നതിനാൽ സാധാരണക്കാർക്ക് അപ്രാപ്യമാകും. വ്യവസായികൾക്ക് സ്വന്തം വിമാനത്തിൽ വരാനുള്ള ആനുകൂല്യം പ്രയോജനപ്പെടുത്തി 8 മുതൽ 13 സീറ്റുകൾ വരെയുള്ള വിമാനത്തിൽ ആളുകളെ കൊണ്ടുവരാനുള്ള ശ്രമവും നടന്നു വരികയാണ്. 16,000 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. UAE ഗോൾഡൻ വിസയിലുള്ളവരെ UAE എത്തിക്കാൻ പ്രത്യേക സർവീസിന് എയർ അറേബ്യയ്ക്കും പദ്ധതിയുണ്ട്. 5,000 തുടങ്ങി 6,000 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.